വീണ്ടും നമ്മൾ വത്തിക്കാനിലേക്ക് പോയാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസികൾ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സംസ്കാര ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി, സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വൻ ജനസാഗരമാണ് നമ്മൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കണ്ടത്. ലോക നേതാക്കൾ എല്ലാവരും തന്നെ ചടങ്ങുകൾക്ക് സാക്ഷികളാകാൻ എത്തിയിരുന്നു. ഇന്ത്യക്കായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദരമർപ്പിച്ചു. PR സുനിലുണ്ട് വത്തിക്കാനിൽ നിന്നും. സുനിൽ, ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി വിശ്വാസികൾ മടങ്ങി തുടങ്ങിയോ? സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നമ്മൾ 10,000-കണക്കിന് ആളുകളെയാണ് കണ്ണീരോടെ പ്രാർത്ഥനയോടെ മാർപ്പാപ്പയ്ക്ക് വിട നൽകാനായി കണ്ടത്. വിനീത, തീർച്ചയായും ലോകത്തിന്റെ മനസ്സിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് തെളിയിക്കുന്നതായിരുന്നു വത്തിക്കാനിലെ ചടങ്ങുകൾ. ഏതായാലും വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരം ഇന്ന് നിറഞ്ഞു കവിഞ്ഞ ജനസാഗരം തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ചടങ്ങിന് ശേഷം ഇപ്പോൾ തിരിച്ചുപോയി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോലുള്ള ഇന്ത്യൻ സംഘവുമൊക്കെ തന്നെ വത്തിക്കാനിൽ നിന്ന് മടങ്ങുകയാണ്. ഏതായാലും ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഇന്ന് വത്തിക്കാനിലേക്ക് തന്നെയായിരുന്നു. രാവിലെ റോമിലെ സമയം 10 മണി മുതൽ 12 മണി വരെ നീണ്ടുനിന്ന സംസ്കാര ശുശ്രൂഷ കാണാൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വത്തിക്കാനിലെ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിൽ തടിച്ചുകൂടി. ഏതായാലും റിപ്പോർട്ടർ സംഘവും വളരെ സജീവമായി ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകാനെത്തി. നമ്മുടെ മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ? ലൈഫിൽ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം മാർപ്പാപ്പയുടെ തൊട്ടടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. തൊട്ടടുത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ നിന്നു. അത് മാത്രമല്ല വിശുദ്ധ കുർബാന കാണാൻ കഴിഞ്ഞു, മുഴുവൻ ക്രിസ്തു കുർബാന കാണാൻ കഴിഞ്ഞു, വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ കഴിഞ്ഞു. ഒരു ലൈഫിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങൾ വളരെ ചുരുക്കമായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് VIP ഗേറ്റിൽ കൂടെ എൻട്രി കിട്ടി. തൊട്ടടുത്ത് കഴിഞ്ഞു, എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞു, എല്ലാ പിതാക്കന്മാരോടും സംസാരിക്കാൻ കഴിഞ്ഞു. വലിയൊരു അനുഭവമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. അത്ര ജനലക്ഷങ്ങളല്ലേ നമ്മൾ ഇത്രയും ആളുകൾ വന്നിട്ടും എന്ത് നല്ലൊരു അറേഞ്ച്മെന്റ്സ് ആയിരുന്നു അല്ലെ? ഒരു ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി ആർക്കും ഫീൽ ചെയ്തില്ല. ഞാൻ വിചാരിക്കുന്നില്ല ലോകത്ത് ഇതുപോലെ ഒരു മത നേതാവിന് ഒരു സംവിധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം 200 കോടി ജനങ്ങളുടെ പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. കാരണം പാവങ്ങളുടെ പാപ്പയാണ്. അപ്പം അതുപോലെ അത്രയധികം ജനങ്ങളെ നമ്മൾ തന്നെ കണ്ടില്ലേ. ഇവിടെ എനിക്ക് തോന്നുന്നു കണ്ണെത്താ ദൂരത്ത് നമുക്ക് എത്ര ജനമുണ്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം ദൂരത്ത് ജനങ്ങളാണല്ലോ. ശരിക്കും നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് നിൽക്കേണ്ട ഒരാളല്ലേ. കാരണം ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇവിടെ എത്തി ഒന്നാമത്തെ ലൈനിലും രണ്ടാമത്തെ ലൈനിലൊക്കെ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സുനിലെ ലൈഫിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലപ്പോഴേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം ആദ്യമാണ് ഞാൻ റിപ്പോർട്ടിങ് അധികമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് റിപ്പോർട്ടിങ് ഇവിടെ നിന്ന് ചെയ്തത്. കാരണം നമ്മൾ ഡെസ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഡെസ്കിൽ നമ്മൾ ഡിബേറ്റിൽ പങ്കെടുക്കുന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. വലിയ അനുഭവമായിരുന്നു സുനിൽ. ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ലോക നേതാക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോ അവരുടെയൊക്കെ ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ എത്തിച്ചു കൊടുത്തു. എനിക്ക് ഒരുവിധപ്പെട്ട എല്ലാ ലോക നേതാക്കളെയും കാണാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാപ്പേനെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റി. അവസാന നിമിഷം പാപ്പയുടെ ബോഡി അടക്കിയുള്ള പെട്ടി കൊണ്ടുപോകുന്ന ആ രംഗം വരെ നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് വിഷ്വല് വളരെ തൊട്ടില്ല എന്നുള്ള ലെവലിൽ കാണാൻ പറ്റി എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടുത്തെ ഒരു ജനസാഗരം തീർച്ചയായും ഈ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രത്തോളം ജനകീയനാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നില്ല. 100% ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നു. കൂടാതല്ല ഇവിടുത്തെ ഒരു ശാന്തത മനസ്സിലാക്കി അറിയാം. നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. ഇത്രയും ലോക രാഷ്ട്ര നേതാക്കന്മാരും മറ്റവരും എത്തിയപ്പോൾ പോലും ഭയങ്കര സിമ്പിളായി ഒരു 3-4 ലക്ഷം ജനങ്ങളോളം മിനിമം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അത്രയും ജനങ്ങളും ഉള്ളപ്പോഴും ഭയങ്കര സിമ്പിളായിട്ട് ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇല്ലാതെ നടക്കും. മാനേജ്മെന്റ് ഗംഭീരം, വളരെ ഗംഭീരം. അത് മാത്രമല്ല ഞങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ദൈവത്തിന്റെ പ്രത്യേക കാരുണ്യം ഞങ്ങൾ വർഷിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിതാവിന്റെ അടുത്ത് തന്നെ ഇരിക്കാനും അവിടെ ചേർന്ന് ഫസ്റ്റ് ട്രോയിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളും കാർഡിനാൽസിന്റെ ഒപ്പം മറ്റേ ഫെസിലിറ്റികളെല്ലാം കിട്ടി. കുർബാന ആയിക്കൊള്ളാൻ പറ്റി, മാസ് ഫുള്ളായിട്ട് സ്വീകരിക്കാൻ പറ്റി, കാണാൻ പറ്റി. വലിയൊരു അനുഭവം, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കിട്ടി. അതാണ് മെയിനായിട്ട് ഇവിടെ വത്തിക്കാൻ കഴിഞ്ഞിട്ട് ഇത്ര നേരമായില്ലേ സുനിൽ? അങ്ങോട്ട് നോക്കിക്കോളൂ, എത്രയും ജനങ്ങളാണ് അല്ലേ. ഞാൻ അപ്പൊ അവിടുന്ന് ട്രാഫിക് കഴിഞ്ഞിങ്ങോട്ട് ജനങ്ങൾക്ക് വരാൻ തന്നെ പറ്റുന്നില്ല. അത്രയധികം ജനങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ഇതുപോലെയുള്ള അനുഭവങ്ങൾ വളരെ ചുരുക്കമായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു
ചടങ്ങിന് ശേഷവും ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കാരണം അങ്ങ് ദൂരെ, കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ എത്ര വലിയ സെക്യൂരിറ്റി ആയിരിക്കും. കാരണം ഇത് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംവിധാനം ഇല്ല ശരിക്കും പറയാം. അത്ര ക്രൗഡ് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. എത്ര എന്താണ് നിഷ്കളങ്കരായ ജനങ്ങളാണെന്നാണ്. ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു ഈ വത്തിക്കാനിലെ ഈ ഒരു ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനായി. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം വളരെ ഭംഗിയായി നിയന്ത്രിച്ച ഒരു സെക്യൂരിറ്റി സംവിധാനം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്നത് പറയാതിരിക്കാൻ വയ്യ. വിനീത.